വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിലെ ഉറുമ്പ് പോകുന്നതാണ്. ചിലപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്യാൻ പറ്റാത്ത വീഡിയോയിൽ കട്ട് ചെയ്യാൻ പറ്റാത്ത ഭാഗമായിരിക്കും, പക്ഷേ അവിടെ ഉറുമ്പുണ്ടാവും. കണ്ടില്ലേ ഇതിലെ സൈഡിൽ കൂടെ ഉറുമ്പ് പോകുന്നു. എനിവേ, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 50 ഗ്രാം ബോൺലെസ് ചിക്കനും അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാനിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്കിത് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഓയിൽ ആഡ് ചെയ്തുകൊണ്ട് ഇനി ആഡ് ചെയ്യേണ്ട. ഇനി ഒരു 1/4 കപ്പ് മയണൈസ് എടുക്കുക. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ നമ്മളെ ഉറുമ്പ് അതിൽ പോയ കണ്ടില്ലേ, അതാണ് അവസ്ഥ. ഇനി ഇതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ മതി. പിന്നെ 1-1.5 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ചിക്കനും നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമ്മൾ സാൻഡ്വിച്ചിൻ്റെ ബൺ എടുക്കുക. എന്നിട്ട് അത് നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ സെൻറ്ററിലൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതിൽ ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയോണൈസ് നന്നായിട്ട് പരട്ടി കൊടുക്കുക കേട്ടോ. നല്ല തിക്കായിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ ക്യാബേജ് അരിഞ്ഞത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സാൻഡ്വിച്ചിൻ്റെ മുകളിലും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അതും കൂടിയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുക്കുംബർ അരിഞ്ഞത് ഞാനിതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ വലിയ ഉള്ളി റൗണ്ടായിട്ട് കട്ട് ചെയ്തതും കൂടിയും വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ബണ്ണിൻ്റെ കട്ട് ചെയ്ത ഭാഗത്ത് നന്നായിട്ട് മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് കെച്ചപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ബണ്ണിൻ്റെ കട്ട് ചെയ്ത ഭാഗം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ മയണൈസ് ഇതിൻ്റെ മുകളിൽ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു.